പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണ പരിപാടികളിൽ നൂറുകണക്കിന് UDF പ്രവർത്തകരാണ് പങ്കെടുത്തത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര അരൂർ മണ്ഡലത്തിൽ എത്തിച്ചേർന്നു. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 തവണക്കടവ് ഫെറിയിൽ എത്തിച്ചേർന്ന പുതുയുഗ യാത്രയെ UDF അരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഉജ്ജ്വല സ്വീകരണം നൽകി. തുടർന്ന് അനവധി വാഹനങ്ങളുടെയും അകമ്പടിയോടെ വാദ്യമേളങ്ങളും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയും ഒറ്റപ്പിന്ന സമ്മേളന സ്ഥലത്ത് എത്തിച്ചേർന്നു. സമ്മേളന കവാടത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ തോളിലേറ്റിയാണ് പ്രവർത്തകർ വേദിയിലെത്തിച്ചത്. തുടർന്ന് നടന്ന സമ്മേളനം UDF അരൂർ നിയോജക മണ്ഡലം ചെയർമാൻ PK സഫലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് ആയിരങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങളെ നെഞ്ചിലേറ്റിയാണ് ഈ പുതുമുഖ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പുതുയുഗ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ട്. അത് കേരളത്തിലെ 10 വർഷക്കാലം നീണ്ടുനിന്ന ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിൽ ഒരു പുതുയുഗ പിറവിക്ക് നമുക്ക് തുടക്കമില്ല. നമുക്കറിയാം, ഈ സംസ്ഥാനം ഭരിച്ച പിണറായി സർക്കാർ കേരളത്തെ സമസ്ത മേഖലയെയും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുക. ഒരു നാടിന്റെ ഘടന എന്ന് പറയുന്നത് അതിന്റെ നട്ടെല്ലാണ് സമ്പദ് വ്യവസ്ഥ. കേരളത്തിന്റെ നട്ടെല്ല് തകർന്നു കിടക്കുകയാണ്. അടുത്ത മാസം ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. പക്ഷെ അപ്പോൾ കേരളത്തിന്റെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. അടുത്ത മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രി തലസ്ഥാനത്തു നിന്നും സലാം പറയും. പിണറായി ഗവൺമെന്റ് ജനങ്ങളുടെ മേൽ 6 ലക്ഷം കോടി രൂപ കെട്ടിവെച്ചാണ് പടിയിറങ്ങുന്നത്. 5 മാസമായി ട്രഷറിയിൽ നിന്നും 5 ലക്ഷത്തിലധികം വരുന്ന തുക മാറാൻ പറ്റുന്നില്ല. ഖജനാവിൽ അക്ഷരാർത്ഥത്തിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു.